കോഴിക്കോട് പാളയത്ത് യുവാവ് മരിച്ച നിലയിൽ പാളയം സ്വദേശി ബിജുവാണ് മരിച്ചത്. മൃതദേഹം ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു. കൊലപാതകമെന്നാണ് സംശയം. വിവരങ്ങളുമായി അരുൺ പി ജെ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അത്ര ശുഭകരമായ വാർത്തയല്ല. എന്താണ് സംഭവിച്ചത്? ഇത് മൃതദേഹം ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് അവന്തിക. എന്തായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് രാവിലെ ഉണ്ടായത്. ഒരു യുവാവിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടുമുറിയിൽ നിന്നും കണ്ടെത്തുന്നു. രാവിലെയായിരുന്നു ഈ സംഭവം. ഇത് കോഴിക്കോട് പാളയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ മരിച്ച യുവാവ് പാളയം സ്വദേശിയായ ബിജു എന്ന് പറയുന്ന യുവാവാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ യുവാവ് ഈ സ്ഥലത്തെ ലഹരി മാഫിയയുമായി പല രീതിയിലുള്ള തർക്കങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തെല്ലാം ഈ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്, ലഹരി വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം പലപ്പോഴും ഇവരെ ആ ഒരു സംഘത്തെ വിലക്കിയിരുന്നു. അവർ തമ്മിലുള്ള തർക്കമാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രധാനമായ ആരോപണം. അപ്പോൾ ആ ഒരു തരത്തിൽ കൊലപാതകം എന്നുള്ള ഒരു തരത്തിലേക്കാണ് ബന്ധുക്കൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇദ്ദേഹം മരിച്ച നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടത്. ഈ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഒറ്റമുറിയിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മ രാവിലെ ഇദ്ദേഹത്തിന് ചായയുമായി ഇദ്ദേഹത്തെ വിളിക്കുവാൻ വേണ്ടി രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ബിജു ആകെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിൽ മാതാവ് കണ്ടത്. ഉടനെ തന്നെ അവർ നിലവിളി കേട്ട് അടുത്തുള്ള ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഓടിയെത്തുകയായിരുന്നു. ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം. ആകെ അത് എന്തെങ്കിലും ആയുധം കൊണ്ടുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണമാണോ ഈ ചോരയിൽ കുളിച്ച നിലയിലേക്ക് മൃതദേഹം എത്തിയതെന്നുള്ള തരത്തിലേക്കുള്ള അന്വേഷണം നടത്തുന്നു. എന്തായാലും പോലീസ് സ്ഥലത്തിലെത്തിയിട്ടുണ്ട്. ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും ഉടനെ. എന്തായാലും ഈ ബന്ധുക്കളുടെ ആരോപണം എന്തായാലും നമ്മൾ ഗൗരവകരമായി കാണേണ്ടതുണ്ട്. സ്ഥലത്തെ ഈ ഒരു ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത ഒരു യുവാവിന് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെങ്കിൽ അതെന്തായാലും തീർച്ചയായും പോലീസ് ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ബന്ധുക്കളുടെയും ആവശ്യം. ഈ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ലഹരി മാഫിയുമായി, ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളുമായി ബിജു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റം നടന്നിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഘത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് എത്തിയ ഫോറൻസിക് അല്ലെങ്കിൽ പോലീസ് വിഭാഗങ്ങൾ മറ്റുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവന്തിക.